CPM വിട്ട് BJP-യിൽ ചേർന്ന ഇടുക്കി ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രനെതിരെ കൊലവിളി പ്രസംഗവുമായി MM മണി MLA. രാജേന്ദ്രനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാം. പാർട്ടിയെ വെല്ലുവിളിക്കുന്നത് ആരാണെങ്കിലും തല്ലിക്കൊല്ലണമെന്നും മണി. മൂന്നാറിൽ നടന്ന പൊതുയോഗത്തിലാണ് MM മണിയുടെ വിവാദ പരാമർശങ്ങൾ. നാട്ടുഭാഷാ പ്രയോഗത്തിലൂടെയുള്ള കൊലവിളി പ്രസംഗം തുടർന്ന MM മണി. എസ് രാജേന്ദ്രന്റെ BJP പ്രവേശനത്തിന് പിന്നാലെ ജില്ലയിൽ CPM എത്രത്തോളം പ്രതിരോധത്തിലെന്നുള്ളത് ഈ വാക്കുകളിൽ വ്യക്തം. പാർട്ടിയെ വെല്ലുവിളിച്ചാൽ എന്ത് ചെയ്യണമെന്ന് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്നതിനു ശേഷമാണ് MM മണിയുടെ കൈകൊണ്ടുള്ള ആക്ഷൻ. ഞാൻ ഈ പാർട്ടിക്കെതിരെ കക്ഷിക്കെതിരെ വെല്ലുവിളിച്ചാൽ രാജേന്ദ്രന്റെ BJP പ്രവേശനത്തിന് പിന്നാലെ സൗമ്യ പ്രതികരണം നടത്തിയ MM മണിയാണ് ഒരാഴ്ചയ്ക്കിപ്പുറം വെല്ലുവിളിയുമായി രംഗത്തെത്തിയത്. ദേവികുളം മണ്ഡലത്തിലും മൂന്നാറിലെ തോട്ടം മേഖലയിൽ വൻ സ്വാധീനമുള്ള എസ് രാജേന്ദ്രൻ പാർട്ടി വിട്ടത് വലിയ ക്ഷീണമുണ്ടാക്കുമെന്ന വിലയിരുത്തലാണ് CPM. അതിന്റെ പ്രതിഫലനമാണ് മൂന്നാറിൽ MM മണിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായത്. ഞാൻ ഈ പാർട്ടിക്കെതിരെ കക്ഷിക്കെതിരെ വെല്ലുവിളിച്ചാൽ നിങ്ങൾ എന്നെ തല്ലിക്കൊല്ലണമെന്ന് എന്റെ അഭിപ്രായം. വെറുതെ വിടാൻ പാടില്ല. ഞാൻ നന്ദികേട് കാണിക്കാൻ പാടുണ്ടോ? മര്യാദ ചുമ്മാതല്ല. പെൻഷൻ മേടിച്ച് ഞണ്ണാം. രാജേന്ദ്രന് MLA ആയിരുന്നവർക്കൊക്കെ ഞണ്ണാം. MM മണി നാളെ ചത്തുപോയാലും MM മണിക്ക് പെൻഷൻ കിട്ടും. ചത്തുപോയെന്നാൽ ഭാര്യയ്ക്ക് കിട്ടും. രാജേന്ദ്രനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കി 15 വർഷം MLA ആക്കി. പിന്നെ നിന്നെന്നാ തോക്കും. അപ്പൊ തന്നെയല്ല ഒരു കാലം ജനിച്ചപ്പം മുതല് ഇവനെ MLA ആക്കി തുറക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. നിങ്ങൾക്കല്ല. ആണുങ്ങളെ കൊണ്ട് വർത്താനം പറഞ്ഞ് ശീലിക്കണം നിങ്ങൾ. തമാശല്ല. ഞങ്ങൾ ക്ഷമിക്കുകയാണ്. ഞങ്ങൾക്കറിയാം ഞങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന്. ചെയ്താൽ അതുകൊണ്ട് മര്യാദയ്ക്കിരിക്കുന്നതല്ല. RSS ചെയ്തുവോ BJP ചെയ്തുവോ ഏത് മൂന്നായി പോയി ചേർന്നാലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു കോപ്പുമില്ല. എന്നാൽ MM മണിയുടെ പ്രതികരണത്തിൽ പാർട്ടി ജില്ലാ നേതൃത്വം പ്രതികരിച്ചിട്ടില്ല. ഫെബ്രുവരി 8-ാം തീയതി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ CPM വിട്ട് കൂടുതൽ നേതാക്കൾ BJP-യിൽ എത്തുമെന്നാണ് സൂചന. ജനം, ഇടുക്കി.